നമസ്കാരം. സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കച്ചവട പെരുമയുടെ മണ്ണിൽ ഇനി കലാമേളയുടെ രാപ്പകലുകൾ. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുന്നംകുളത്ത് സജ്ജമാക്കിയ വിവിധ വേദികളിൽ തുടക്കമായി. നിലയിൽ തൃശൂർ ഈസ്റ്റും കൊടുങ്ങല്ലൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആതിഥേയരായ കുന്നംകുളം 3ാം സ്ഥാനത്ത്. റവന്യൂ ജില്ലാ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് കുന്നംകുളത്ത് പ്രൗഢോജ്വല സ്വീകരണം. വ്യാപാര നഗരിയിൽ 4 ദിവസങ്ങളിലായി 17 വേദികളിൽ അരങ്ങേറുന്ന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പ് കുന്നംകുളത്ത് എത്തിച്ചു. കലോത്സവത്തിന്റെ സമഗ്രമായ കവറേജുമായി ടീം സിസിടിവി കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പ്രചരണാർത്ഥം സിസിടിവി സംഘടിപ്പിച്ച ഗോളടി മത്സരം കലോത്സവ നഗരിക്ക് കായിക ഉണർവേകി. സിസിടിവിയോടൊപ്പം ഗോളടിച്ച് സമ്മാനം നേടാൻ ഫുട്ബോൾ പ്രേമികളുടെ കുത്തൊഴുക്ക്. അരങ്ങുണർന്നു ആദ്യം കലോത്സവ വിശേഷം. സാംസ്കാരിക പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ മണ്ണിൽ കലയുടെ രാപ്പകലുകൾക്ക് മിഴി തുറന്നു. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുന്നംകുളത്ത് അരങ്ങുണർന്നു. നഗരസഭാ ടൗൺഹാൾ, CV ശ്രീരാമൻ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയം ഉൾപ്പെടെ നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലായി സജ്ജമാക്കിയ 17 വേദികളിലാണ് മത്സരങ്ങൾ നടന്നത്. സ്റ്റേജ് ഇതര മത്സരങ്ങൾക്കൊപ്പം ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സ്റ്റേജിന മത്സരങ്ങളും ആദ്യ ദിനത്തിൽ അരങ്ങേറി. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 8,000-ഓളം കൗമാര പ്രതിഭകളാണ് കലയുടെ മഹാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത്. രചനാ മത്സരങ്ങൾക്കു പുറമെ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ ജനപ്രിയ ഇനങ്ങളായ മോണോ ആക്ട്, നാടകം, കോൽക്കളി, ഒപ്പന, വട്ടപ്പാട്ട്, നാടോടി നൃത്തം, സംഘനൃത്തം, ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയ മത്സരങ്ങളിലും മികച്ച പ്രകടനങ്ങളുമായി വേദികൾ കൈയടക്കി. ബുധനാഴ്ച മത്സരങ്ങളില്ല. വ്യാഴാഴ്ച രാവിലെ 9:30 നഗരസഭാ ടൗൺഹാളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു കലാമേളയുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കും. MLA-മാരായ AC മൊയ്തീൻ, P. ബാലചന്ദ്രൻ, മുരളി പെരുന്നെല്ലി, VR സുനിൽകുമാർ, NK അക്ബർ, സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, റഫീഖ് അഹമ്മദ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ സംബന്ധിക്കും. കലോത്സവം CCTV പ്രാദേശികം, TCV ഉത്സവ് ചാനലുകളിലും CCTV യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ടീം CCTV. കലോത്സവ വേദിയിലെ CCTV സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ CCTV സ്റ്റുഡിയോ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ വേദികളിൽ നടക്കുന്ന കൗമാര പ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനും മികച്ച പ്രകടനത്തിലൂടെ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുടെ മികവ് പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്നതിനുമായാണ് സ്റ്റുഡിയോ ഒരുക്കിയത്. കുന്നംകുളം നഗരസഭാ അധ്യക്ഷ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PM സുരേഷ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രിയ സജീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സജിനി പ്രേമൻ, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ സംബന്ധിച്ചു. കലോത്സവ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ഗിഫ്റ്റ് വൗച്ചറിന്റെ വിതരണോദ്ഘാടനം NK അക്ബർ MLA ഫാദർ യാക്കോബ് OACക്ക് നൽകി നിർവഹിച്ചു. ഈ ഉത്സവം ഇവിടെ പ്രയാസമുള്ള ആളുകൾക്ക് ലോകമാകെ എത്തിക്കുക എന്നതാണ് വലിയ ഈ പ്രവർത്തനത്തിലൂടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കലോത്സവങ്ങളെ എല്ലാവരുടെയും കൊണ്ടുവരുന്ന മീഡിയക്ക് വലിയ പങ്കുണ്ട്. CCTV ഈ ചടങ്ങ് വളരെ സന്തോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ടീം CCTV. ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രമ്യ സനിൽ തത്സമയം ചേരുകയാണ്. രമ്യ, ആദ്യ ദിവസത്തെ മത്സരം സമാപനത്തിലേക്ക് അടുക്കുകയാണ്. വിവിധ വേദികളിൽ ഇപ്പോഴും മത്സരങ്ങളുണ്ടോ? പോയിന്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രമ്യ? ടോണി, ജില്ലാ കലോത്സവത്തിലെ ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ സമാപനത്തോട് അടുക്കുകയാണ്. ഇന്ന്
17 വേദികളിലായിട്ട് നടന്ന മത്സരങ്ങളിൽ ഇപ്പോൾ 3 വേദികളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കുന്നത്. ബാക്കിയുള്ള വേദികളെല്ലാം മത്സരങ്ങൾ സമാപിച്ചിരിക്കുകയാണ്. പോയിന്റ് നിലയിൽ അവസാനമായിട്ട് നമുക്ക് റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 23 പോയിന്റുകളോടെ മുല്ലശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂൾ മുന്നിട്ട് നിൽക്കുന്നു. 20 പോയിന്റുകളോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തുണ്ട്. 18 പോയിന്റുകളോടെ ചാലക്കുടി കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. രാവിലെ 9 മണിക്ക് തുടങ്ങേണ്ട മത്സരങ്ങൾ ഏകദേശം 2 മണിക്കൂർ വൈകി 11 മണിയോടെയാണ് ആരംഭിക്കാനായത്. രാവിലെ മഴയുടെ ബുദ്ധിമുട്ട് ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തത് അല്പസമയം ആശങ്കയ്ക്ക് ഇടയാക്കി. പക്ഷേ പിന്നീട് എല്ലാ വേദികളിലെ മത്സരങ്ങളും കാണാൻ ഒരുപാട് ആളുകൾ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മഴ എന്ന ആശങ്ക മറന്ന് ഈ കലോത്സവത്തിന്റെ മുഖഛായ തന്നെ മാറുന്ന തരത്തിൽ ഒരുപാട് കാണികളാണ് പല വേദികളിലും കാണാനായത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് കലോത്സവത്തിലെ കളർഫുൾ ഐറ്റംസ് ആയ സംഘനൃത്തം, അതുപോലെ തന്നെ കോൽക്കളി, ഒപ്പന, ദഫ്മുട്ട് എന്നീ മത്സരങ്ങളാണ് കൂടുതലായും ഉണ്ടായിരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സ്റ്റേജിന് മത്സരങ്ങളും സ്റ്റേജ് ഇതര മത്സരങ്ങളും ഇന്ന് നടന്നിരുന്നു. ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട് ഇതെല്ലാം പ്രത്യേകിച്ച് കലോത്സവത്തിലെ കളർഫുൾ ഇനം ആയതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങൾ കാണാൻ വേദികളിൽ നിരവധി കാണികളാണ് എത്തിയത്. അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് നടന്ന കേരള നടനത്തിൽ ഒരു കുട്ടി തലചുറ്റി വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ കുട്ടി സംഘനൃത്തത്തിൽ പങ്കെടുത്തിരുന്നു. തുടർച്ചയായിട്ട് വീണ്ടും മത്സരത്തിൽ പങ്കെടുത്തതുകൊണ്ടാവാം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൊണ്ടാണ് തലചുറ്റലുണ്ടായത്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാളെ മത്സരങ്ങൾ നടക്കുന്നില്ല. ഇനി വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് മത്സരങ്ങൾ. വ്യാഴാഴ്ചയാണ് കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം അതിഥികൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. ടോണി, പന്തൽ കമ്മിറ്റി ചുമതല ഉള്ള കൺവീനറും അതുപോലെ തന്നെ ചെയർമാനും ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ ഷബീറും അതുപോലെ തന്നെ മാഷിന്റെ പേര് സാദിഖ് മാഷും നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഇന്ന് മത്സരം സമാപനത്തോട് അടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 3 വേദികളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കുന്നത്. പൊതുവെ എങ്ങനെയായിരുന്നു? മഴ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എനിക്ക് തോന്നുന്നു പന്തലൊക്കെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മഴ പെയ്താലും ആളുകൾക്ക് സുഖമായിട്ടിരുന്ന് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അത് ഈ ഒരു മഴയുടെ വന്നപ്പോൾ സെറ്റ് ചെയ്തതാണോ അതോ മുൻപ് ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണം? അല്ല, മുൻകൂട്ടി തന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിവിധ വേദികളിലായി നമ്മൾ പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മഴയോടൊപ്പം തന്നെ വെയിലിനെയും നമ്മൾ മുൻകൂട്ടി കാണണമല്ലോ. ആ തരത്തിൽ നമ്മൾ പന്തലുകളൊക്കെ ഒരുക്കി തരുന്നു. ഒരു സ്റ്റേജിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്രയും കുട്ടികൾ വരുന്നതാണ്, ചെറിയ ഒരു ബുദ്ധിമുട്ട് പോലും മുഴുവൻ മത്സരങ്ങളെ ബാധിക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും അല്ല, മത്സരങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നാളെ മത്സരങ്ങളില്ല? നാളെ ഇല്ല, നാളെ ബ്രേക്കാണ്. എങ്ങനെയായിരുന്നു ഇതുവരെയുള്ളത്? തീർച്ചയായിട്ടും നല്ല അനുഭവമാണ് കുന്നംകുളത്തുണ്ടായിട്ടുള്ളത്. ഞാനിത് വർഷങ്ങളായിട്ട് സ്റ്റേജ് പന്തൽ കമ്മിറ്റി കൈകാര്യം ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി തന്നെ ഒരു മഴയെയും ഒരു വെയിലെയും നമുക്ക് ദോഷകരയെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വരാറുള്ളത്. വളരെ ഭംഗിയായിട്ട് തന്നെ പരിപാടികൾ മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ അങ്ങനെ തന്നെയായിരിക്കും. ആദ്യത്തെ ദിവസം അപ്പോൾ ഹാപ്പിയായി? ഒരു പ്രശ്നം ഹാപ്പിയായി. ഇന്നലത്തെ മഴ ഒന്ന് ആശങ്കപ്പെടുത്തിയിരുന്നു, എന്നാലും വളരെ മനോഹരമായി തന്നെ ഇന്ന് നമുക്ക് പിരിയാൻ വേണ്ടി സാധിക്കും. തന്നെ പോകേണ്ടി വരും. ശരി. ടോണി, അടുത്ത ഒരു ടീം കൂടി നമ്മളുടെ ഒപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടക മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ. ആ ഒരു ഹാപ്പിനെസ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. നമുക്ക് ചോദിക്കാം, ഏതാ സ്കൂൾ? നിങ്ങൾ ഏത് സ്കൂളാണ്? ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ. എത്ര നാടകം ഉണ്ടായിരുന്നു? 13 നാടകം ഉണ്ടായിരുന്നു. ആ 13 നാടകത്തിലാണ് 1ാം സ്ഥാനം. എന്തായിരുന്നു നിങ്ങളുടെ തീം? എന്തായിരുന്നു തീം എന്ന് പറയുമ്പോൾ NS മാധവന്റെ അമ്മ എന്ന ചെറുകഥയുടെ ഒരു സ്വതന്ത്ര നാടകാവിഷ്കാരമായിരുന്നു. സജിത എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയുടെ ഒരു കഥയായിരുന്നു ഞങ്ങളുടെ. എന്തായിരുന്നു കഴിഞ്ഞപ്പോൾ ജഡ്ജസ് എന്താ അഭിപ്രായമൊക്കെയാ പറഞ്ഞ്? മെയിനായിട്ട് ഞങ്ങളെ വില്ലൻ റോൾ ചെയ്തിരുന്ന വിഷ്ണുരാമന് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ആക്ടർ വില്ലൻ വേഷമാണ് ചെയ്തത് അല്ലേ? ശരിക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു വില്ലൻ ആവാനുള്ള പ്ലാൻ ഉണ്ടോ? പക്ഷെ നീ കണ്ടാ തോന്നില്ലല്ലോ നീ അങ്ങനെ വില്ലത്തര ഉള്ള ആളാണെന്ന്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ അഭിനയത്തിൽ നീ വില്ലൻ വേഷം പൊരിപ്പിച്ചു. അങ്ങനെയാണ്. ഒരു വില്ലൻ കെടുക്കുന്നുണ്ടായിരിക്കാല്ലേ? ഉണ്ടാവണല്ലോ. ആരാ നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചെന്താരാ? ബിനിൽ ചേട്ടൻ വരും. ഉജ്ജൽ ചേട്ടനും ബിനിൽ ചേട്ടനും വരും.
കുട്ടികൾ ജില്ലയിൽ വന്നിട്ട് ഒന്നാം സമ്മാനം നേടിയിട്ട് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. കാരണം ഞങ്ങൾക്ക് അവിടെ സെക്കൻഡ് ആയിരുന്നു ഉപജില്ലയിൽ. ഞങ്ങളുടെ നായികയുടെ തലേദിവസം ഞങ്ങളുടെ നായികയുടെ കാലിന് ബെഞ്ച് വീണ് കാല് പ്രശ്നമായിട്ട് ഞങ്ങളുടെ നായിക പ്രശ്നമായിട്ട് ഉപജില്ലയിൽ പങ്കെടുക്കുമ്പോൾ എന്നിട്ട് ഞങ്ങൾ നായികനെ മാറ്റി ഈ കുട്ടീനെ വെച്ചിട്ട് അത് ഞങ്ങൾ തട്ടിക്കൂട്ടൊക്കെ ചെയ്ത് തട്ടിക്കൂട്ട് വെച്ചാൽ പെട്ടെന്നുള്ള പ്രാക്ടീസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് സെക്കൻഡാണ് കിട്ടിയത്. ഞാൻ അപ്പീൽ വഴി വന്ന് ഇവിടെ വന്ന് ഫസ്റ്റ് വീട്ടിൽ വളരെ സന്തോഷം. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രിയും പകലും ഒരു പട്ടിയെ പോലെ പണിയെടുത്തിട്ടുണ്ട്. ഒരു പട്ടിയെ പോലെയാണ് പണിയെടുത്തത്. അതെ അതെ, അത്രമാത്രം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പലർക്കും ഇതിൽ പനി വന്നു, ജലദോഷം വന്നു, വന്നാലും പ്രാക്ടീസ് ഇതായിരുന്നു, ശക്തമായിരുന്നു. ആദ്യമായിട്ടാണോ നിങ്ങൾ ജില്ലയിലേക്ക് വരുന്നതിന് മുമ്പ് നാടകമൊക്കെ? കഴിഞ്ഞ ഞങ്ങൾ വന്നിരുന്നു +1 ഞാനും ആദിത്യം വന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ കിട്ടിയില്ല. കഴിഞ്ഞ ഞങ്ങൾക്ക് തേർഡായിരുന്നത്. അതേമാതിരി മെയിൻ റോൾ ചെയ്തിരുന്ന ഒരാൾക്ക് ന്യൂമോണിയ വന്ന് അഡ്മിറ്റായിട്ട് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടുക ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റിനാണ് ഞങ്ങൾക്ക് ഫസ്റ്റ്. അന്ന് അപ്പീൽ പോകാനും നിന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇക്കൊല്ലം പടങ്ങി വിചാരിച്ചിട്ട് തന്നെ വന്നിരുന്നു. അല്ല, അത്രേ ഉള്ളൂ. ഇനി സ്റ്റേറ്റിലേക്ക് പോവാണ്. അവിടെ ഇതുപോലെ പെട്ടച്ചട്ടിക്ക് വരുമോ? പോണ ഞങ്ങളാണ് വരും. അത്രേ ഉള്ളൂ. വിലമേശം അവിടെയും തകർക്കും. പിന്നിലാണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പങ്കെടുത്ത ആരാള്? ഏതിലായിരുന്നു കഥാരചന? ഏത് കഥയെ രചിച്ച്? അത് ഒരു കുറച്ച് ഫെമിനിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കഥ. എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു പങ്കെടുക്കാൻ? അതിന്റെ ടോട്ടൽ എന്നെ എനിക്കറിയില്ല. ഞാൻ തലവേദനയൊക്കെ എടുത്തിട്ടാണ് എഴുതാൻ പോയത്. ആ തലവേദന ഇപ്പോൾ ഹാപ്പി ആയിട്ട് തിരിച്ചു തന്നു. സന്തോഷമായി. ഓക്കെ, എന്തായാലും നിങ്ങൾ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. നല്ലൊരു തീമാണ് എടുത്തത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ വില്ലൻ ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ വില്ലൻ വേഷം ഒന്ന് കാണിക്കാൻ പറ്റും? വേണ്ട, നമ്മുടെ പ്രേക്ഷകർ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങളും കൂടി ഒന്ന് ബോധ്യപ്പെടട്ടെ വില്ലൻ ആണോ ഇല്ലേ. എല്ലാരും കൂടെ അല്പനേരത്തെ സുഖത്തിന് വേണ്ടി പെണ്ണിന് നേരെ തിരിയുമ്പോ കുനിഞ്ഞു നിന്ന് കരയല്ല വേണ്ടത്, നിവർന്നു നിന്ന് പോരാടണം. ഇനിയും ഇരകളെ വേട്ടയാടാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും ഞങ്ങളുടെ ചൂണ്ടുവിരൽ നമസ്കാരം. എന്തായാലും അപ്പോൾ സ്റ്റേറ്റിൽ പോയിട്ട് ഈ ഒരു റിസൾട്ട് ആയിട്ട് തിരിച്ചു വരില്ലേ? ഓക്കെ താങ്ക് യു. അപ്പൊ രമ്യ. ടോണി, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടക മത്സരത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള ടീമുകളാണ്. ആ ഒരു ഹാപ്പിനെസ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഇന്നത്തെ കലോത്സവ വിശേഷങ്ങൾ ഇതെല്ലാമാണ്. സമാപനത്തിലേക്ക് അടുക്കുകയാണ്. എന്തായാലും ചില വേദികൾ കൂടി മത്സരങ്ങൾ പൂർണ്ണമാകേണ്ടതുണ്ട്. ഏകദേശം 11:00 കൂടി എല്ലാ മത്സരങ്ങളും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും നാളെ കേന്ദ്ര സർക്കാരുമായി പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള എക്സാം ഉള്ളതിനാൽ നാളെ കലോത്സവ മത്സരങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇനി അടുത്ത മത്സരം തുടങ്ങുന്നത് ബുധനാഴ്ചയാണ്. ഇതൊക്കെയാണ് ടോണി ഇന്നത്തെ കലോത്സവ വിശേഷങ്ങൾ. നന്ദി രമ്യ. കലോത്സവ നഗരിയിൽ നിന്ന് വിശദാംശങ്ങൾ മികവോടെ എത്തിച്ചതിന്. ഇന്ന് മഴയുടെ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും വേദികളെല്ലാം സജീവമായിരുന്നു. രാവിലെ മത്സരങ്ങൾ ആരംഭിക്കാൻ അല്പം വൈകിയെങ്കിൽ പോലും ഇപ്പോൾ 3 വേദികളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കുന്നത്. മികവോടെ കുട്ടികൾ അരങ്ങിൽ തകർക്കുകയാണ്. നാളെ മത്സരങ്ങൾ ഇല്ല. ഇനി മറ്റന്നാൾ ടൗൺ ഹാളിൽ പ്രധാന വേദിയിൽ ആണ് ഔപചാരിക ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. കലോത്സവത്തിന്റെ മറ്റ് വാർത്തകളിലേക്ക്. റവന്യൂ ജില്ലാ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് കുന്നംകുളത്ത് പ്രൗഢോജ്വലമായ സ്വീകരണം. വ്യാപാര നഗരിയിൽ 4 ദിവസങ്ങളിലായി 17 വേദികളിൽ അരങ്ങേറുന്ന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പ് കുന്നംകുളത്തെത്തി. ജില്ലാ ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണക്കപ്പ് രാവിലെ 10:30 പ്രയാണം ആരംഭിച്ചത്. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകി. വിവിധ വിദ്യാലയങ്ങളിൽ സ്വീകരണം ഉണ്ടാകുമെന്നറിയിച്ചിരുന്നുവെങ്കിലും മഴയുടെ പശ്ചാത്തലത്തിൽ അവധിയായതിനാൽ ഒഴിവാക്കുകയായിരുന്നു. പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെ കുന്നംകുളത്തെത്തിച്ച കപ്പ് കലോത്സവത്തിന്റെ പ്രധാന വേദികളിലൊന്നായ ബഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രോഫി കമ്മിറ്റി ചെയർമാൻ കെ മുരളി, കൺവീനർ ആഷിഖ് ടീച്ചർ, ബഥനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC തുടങ്ങിയവരും ട്രോഫി കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു.
ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയ സ്വീകരണത്തെ തുടർന്നാണ് പ്രധാന വേദിയായ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരിയുടെ നേതൃത്വത്തിൽ ട്രോഫി കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും ചേർന്നെത്തിച്ച സ്വർണ്ണക്കപ്പ് പ്രധാന വേദിക്ക് മുന്നിൽ NK അക്ബർ MLA, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഇപ്പോൾ ആർക്കാണോ ഈ ജില്ലാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നതെങ്കിൽ അവർക്ക് ഈ കപ്പ് കൊണ്ടുപോകാം. പിന്നെ ഇത് അവർ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ ട്രഷറിയിൽ നിന്നാണ്. ട്രഷറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സർക്കാർ നമുക്കിങ്ങോട്ട് തരുന്നതിനെ സിംബലൈസ് ചെയ്ത് നമ്മുടെ ബഹുമാനായ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ അവർകളാണ് നമുക്കിത് തരുന്നത്. അത് നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രസൻസിൽ ശ്രീ TN പ്രതാപൻ അവർകളോടുണ്ടായിരുന്നു. എല്ലാ വർഷവും 117.5 ഭവനാണ് നമുക്ക് സംസ്ഥാനത്തുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് സ്വന്തമാണ് ഈ കപ്പ്. അതിനെ സിംബലൈസ് ചെയ്ത് 117.5 ഗ്രാമിലാണ് ഈ സ്വർണ്ണക്കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കേരളത്തിൽ ഒരേ ഒരു ജില്ലയ്ക്കാണ് സ്വന്തമായിട്ട് സ്വർണ്ണക്കപ്പുള്ളത്. നമുക്ക് സന്തോഷിക്കാമല്ലോ, അല്ലേ? വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷർ, കലോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ടീം CCTV. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പ്രചരണാർത്ഥം CCTV സംഘടിപ്പിച്ച ഗോളടി മത്സരം കലോത്സവ നഗരിക്ക് കായിക ഉണർവേകി. CCTVയോടൊപ്പം ഗോളടിച്ച് സമ്മാനം നേടാൻ ഫുട്ബോൾ പ്രേമികളുടെ കുത്തൊഴുക്കായിരുന്നു. കേരള വിഷൻ നവകേരള പ്ലാനിന്റെ ഭാഗമായി എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലായിടത്തും ഇന്റർനെറ്റ് എന്ന ആപ്തവാക്യവുമായി 199 രൂപയുടെ ഇന്റർനെറ്റ് പ്ലാനിന്റെ പ്രചരണാർത്ഥമാണ് ഗോളടി മത്സരം സംഘടിപ്പിച്ചത്. ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിനും CCTV കലോത്സവ സ്റ്റുഡിയോയ്ക്കും മുന്നിലായി സംഘടിപ്പിച്ച ഗോളടി മത്സരം CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ നിയന്ത്രിച്ചു. മത്സരം ആവേശം വാരിവിതറിയപ്പോൾ കുട്ടികൾക്ക് പുറമെ മുതിർന്നവരും പങ്കാളികളായി. രക്ഷിതാക്കളും കലോത്സവ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും ഗോളടിക്കാരായി. വിജയികളായവർക്ക് കേരള വിഷന്റെയും CCTVയുടെയും മനോഹരമായ ലോഗോ പതിച്ച ടീഷർട്ടുകളാണ് സമ്മാനമായി നൽകിയത്. കലോത്സവ മത്സരങ്ങളിൽ സമ്മാനം ലഭിക്കാതെ വന്നവർക്ക് CCTVയുടെ സമ്മാനം സന്തോഷദായകമാക്കി. 200ഓളം പേർ പങ്കെടുത്ത മത്സരത്തിൽ 50ഓളം പേർ ടീഷർട്ടുകൾ കരസ്ഥമാക്കി. CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസ്, ഡയറക്ടർമാരായ CA വിജു, V ശശികുമാർ, മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗോളടി മത്സരം കലോത്സവ സമാപന ദിവസമായ 7 വരെ തുടരും. ടീം CCTV. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കേരള നടന്ന മത്സരത്തിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണു. തൃശൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഐന അന്നയാണ് കുഴഞ്ഞു വീണത്. മത്സരം നടന്നുകൊണ്ടിരിക്കെ വേദിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്ന് നടന്ന സംഘനൃത്ത മത്സരത്തിൽ ഐന ഉൾപ്പെട്ട ടീം 1ാം സ്ഥാനം സ്വന്തമാക്കിയിരുന്നു. തുടർച്ചയായി മത്സരങ്ങളിൽ പങ്കെടുത്തതോടെ ഉണ്ടായ അവശതയാണ് വിദ്യാർത്ഥിനി കുഴഞ്ഞു വീഴാൻ കാരണമായത്. മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളും കോലടികളുടെ താളവും കേട്ടാണ് തൃശൂർ ജില്ലാ കലോത്സവത്തിലെ ആദ്യ ദിനത്തിൽ വേദി ഉണർന്നത്. ചടുലമായ ചുവടുകളോടെ ദ്രുതതാളത്തിൽ അരങ്ങേറിയ കോൽക്കളി ആസ്വാദകരിൽ ആവേശം നിറച്ചു. മത്സരത്തിൽ ഹാട്രിക് വിജയം നേടി GVHSS വലപ്പാട് ചരിത്രം കുറിച്ചു. മാപ്പിളക്കലകളിൽ പ്രധാനിയായ കോൽക്കളി കലോത്സവത്തിലെ ഏറ്റവും ആവേശം കൂടിയ മത്സരമാണ്. ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടുകളുടെ ഈരടികളും മെയ്ച്ചുവടുകളും കോലടികളുടെ താളവുമാണ് കോൽക്കളി ആസ്വാദകരിൽ ആവേശം നിറയ്ക്കുന്നത്. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി 7-ലാണ് ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി അരങ്ങേറിയത്. 9 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരാർത്ഥികൾ വട്ടക്കോലിൽ താളമിട്ടപ്പോൾ കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. മറിഞ്ഞടിയും മിനിക്കളിയും ചാഞ്ഞടിയും കഴിഞ്ഞ് ഓരോ ടീമുകളും അടക്കത്താളത്തിന്റെ മുറുക്കം രൗദ്രതാളത്തിലെത്തിയപ്പോൾ കാണികൾ ശ്വാസം പിടിച്ചാണ് കണ്ടിരുന്നത്. മത്സരത്തിൽ വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാം സ്ഥാനം നേടിയത്. ഹാട്രിക് വിജയത്തോടുകൂടിയാണ് ഇവർ സംസ്ഥാന കലോത്സവത്തിലേക്ക്
ചുവടുവെക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളായ പൃഥ്വിരാജ്, മുഹസിൻ, സുഹൈൽ, അഫ്സൽ, സൽമാൻ എന്നിവരാണ് പരിശീലകർ. അതെ, ഹാട്രിക് വിജയാണ് പറഞ്ഞത്. 5 മാസത്തെ പ്രാക്ടീസ് തന്നെ, കുട്ടികളെ കഷ്ടപ്പാട് തന്നെ. 3 വർഷമായി ഇപ്പൊ തുടർച്ചയായിട്ട് ഇപ്പൊ പോകും. 3ാമത്തെ വർഷം. അതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. പിള്ളേർ കഷ്ടപ്പെട്ട് അവർക്കുള്ള പ്രൈസ് കിട്ടി. കഴിഞ്ഞ കൊല്ലം ഇവർ സ്റ്റേറ്റ് പോയത്, ഈ ടീമിന് സെയിം ടീം. ഞങ്ങളവിടെ പഠിച്ചിറങ്ങിയ ടീം നോക്കും. 5 മാസത്തെ കഷ്ടപ്പാടിന് ഈ 10 മിനിറ്റ് എല്ലാതും ഞങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരെ കഷ്ടപ്പാടിന് ഞങ്ങൾ ഇങ്ങനെ കളിക്കാൻ ഒപ്പത്തിനും കാരണം അവർ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങളും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കോമ്പറ്റീഷൻ ഉണ്ടായി. 3 വർഷമായിട്ട് ഇപ്പൊ അടുപ്പിച്ച് പോണ്. സന്തോഷമുണ്ട്. കലോത്സവത്തിലെ ഏറ്റവും ആവേശമുള്ള മത്സരമാണ് കോൽക്കളി. കയ്യും മെയ്യും മനവും ഒരുമിച്ച് ലയിച്ചാൽ മാത്രമേ കോൽക്കളി മികവുറ്റതാകൂ. പങ്കെടുത്ത മുഴുവൻ ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ജില്ലാ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന്റെ ഭാഗമായി രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികളിൽ ദേശീയ അധ്യാപക പരിഷത്ത് നേതൃത്വം നൽകുന്ന രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും വിവിധ ഉപജില്ലകൾക്കുള്ള രജിസ്ട്രേഷന്റെ ഉദ്ഘാടനവും നടന്നു. കുന്നംകുളം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയും രജിസ്ട്രേഷൻ കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രിയ സതീഷിന്റെ അധ്യക്ഷതയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കലോത്സവ സംഘാടക സമിതി വൈസ് ചെയർമാനുമായ ഷബീർ PK ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിനോയ് T. മോഹൻ, ക്ഷേമകാര്യ സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ഗതാഗത കമ്മിറ്റി ചെയർമാൻ സജീവൻ PP, നഗരസഭാ കൌൺസിലറും അക്കോമഡേഷൻ കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി മോൻസി, പ്രിൻസിപ്പൽ റസിയ, HM ഡാർലി, VHSC പ്രിൻസിപ്പൽ ഇൻചാർജ് വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ സബ് ജില്ലാ കൺവീനർമാർക്കുള്ള രജിസ്ട്രേഷൻ കിറ്റ് വിതരണം ചെയ്തു. രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ വർഗീസ് PC സ്വാഗതവും ശ്രീനാരായണൻ PS നന്ദിയും പറഞ്ഞു. മഴയുടെ ആലസ്യത്തിലും സജീവമായി ഊട്ടുപുര. കുന്നംകുളം YMCA ഓഡിറ്റോറിയത്തിലാണ് ഭോജനശാല ഒരുക്കിയിരുന്നത്. മഴയുടെ ആശങ്കയ്ക്ക് കലോത്സവത്തിന്റെ ഊട്ടുപുരയും. ഒരേ സമയം 700 പേർക്ക് ഭക്ഷണം നൽകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഫുഡ് കമ്മിറ്റി. മഴയെ തുടർന്ന് പ്ലാൻ മാറ്റിയതോടെ ഒരേ സമയം 500ഓളം പേർക്കാണ് ഭക്ഷണം കഴിക്കാനായി പെട്ടെന്ന് സജ്ജീകരണം ഒരുക്കിയത്. ചോറിന് സാമ്പാർ, പച്ചടി, പൈനാപ്പിൾ കറി, കായും പയറും ഉപ്പേരി, നെല്ലിക്ക അച്ചാർ, പപ്പടം, ഇതിനെല്ലാം പുറമെ ഉഷാറാകാൻ ഗോതമ്പ് പായസവും ഉണ്ടായിരുന്നു. വിതരണത്തിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ കുട്ടികളും BEd കോളേജിലെ വിദ്യാർത്ഥികളും രംഗത്ത് സജീവമായി. മികച്ച രീതിയിൽ ഭക്ഷണ വിതരണം ഒരുക്കാൻ സാധിച്ചുവെന്ന് ഫുഡ് കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ ബിജു C. ദേവി പറഞ്ഞു. കലോത്സവത്തിന്റെ ഊട്ടുപുര സജീവമായിട്ടുണ്ട്. അതിന് ഭക്ഷണ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരുക്കങ്ങളെ പറ്റി ചെയർമാൻ നമ്മൾ പറയുന്നു. ആദ്യത്തെ ദിവസമാണ് ഇന്ന്. 100,000 കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായും ഹരിത ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഭക്ഷണശാല ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിഭവസമൃദ്ധമായ രുചികരമായ ഒരു ഭക്ഷണം, അതാണ് ഈ ഭക്ഷണ കലകളെക്കുറിച്ച് പറയാനുള്ളത്. അത് തികച്ചും ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ആരോഗ്യ ക്രമീകരണങ്ങളും പരിശോധിച്ച് അത് കൃത്യമായ രീതിയിലാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. കുന്നംകുളത്തെത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണമാണ് നൽകിയതെന്ന് സ്ഥലം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A. മൊയ്തീൻ പറഞ്ഞു. ഏത് പ്രയാസങ്ങളുണ്ടായാലും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കമ്മിറ്റി നേരത്തെ തന്നെ ചുരുങ്ങിയതൊരു 2 ആഴ്ച മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള YMCA പ്രതിനിധികൾ അതുപോലെ തന്നെ ജനപ്രതിനിധികളെ കൂടി ആലോചിച്ചുകൊണ്ട് വേണ്ട മുന്നോട്ട് പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ 5000-ഓളം കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വരുന്ന എല്ലാവർക്കും സുരക്ഷിതമായ ഭക്ഷണം ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ദിവസേന 10,000-ലേറെ പേർക്ക് സദ്യയൊരുക്കിയ മധു നന്ദിപുലത്തെ നേതൃത്വത്തിലാണ് ഊട്ടുപുരയുടെ പ്രവർത്തനം. 3.5 പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പരിചയമുണ്ട് ഇദ്ദേഹത്തിന് പാചകരംഗത്ത്. മധുചേട്ടനാണ് കുട്ടികൾക്ക് വേണ്ട രുചികരമായ ഭക്ഷണമെല്ലാം ഒരുക്കുന്നത്. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ വയറ് നിറയുമ്പോൾ മനസ്സുകൂടി നിറഞ്ഞ് കുട്ടികൾ പോയാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. മേളയായാലും അമ്പലത്തിലെ അന്നദാനായാലും വിവാഹമായാലും എല്ലാം അങ്ങനെയാണ്. വരുന്നവരുടെ വയറ് മാത്രമല്ല മനസ്സും നിറയണമെന്നാണ് സംഘാടകരുടെ പക്ഷം. നല്ല ഭക്ഷണം ലഭിച്ചുവെന്നാണ് പൊതുവെയുള്ള പ്രതികരണം.
നാളെ കലോത്സവം നടക്കാത്തതിനാൽ ഭക്ഷണശാലയ്ക്കും അവധിയാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ മഴയൊഴിഞ്ഞാൽ വൈവിധ്യമാർന്ന വിഭവങ്ങളുമായി കുന്നംകുളത്തെ കലോത്സവ ഭക്ഷണ വിരുന്ന് കുട്ടികൾക്കും ഒഫീഷ്യൽസിനും മറക്കാനാകാത്ത അനുഭവമാകും. കലോത്സവം തുടങ്ങണമെങ്കിൽ ഊട്ടുപുര സജീവമാകണം. മഴയുടെ ആലസ്യം ഉണ്ടെങ്കിൽ തന്നെ ആദ്യ ദിവസത്തെ ഭക്ഷണം സംഘാടകരുടെ സന്ദേശങ്ങളുടെ ആശയത്തിന്റെ ഇനിയും 3 ദിവസങ്ങളിൽ സ്പെഷ്യൽ വിഭവങ്ങൾ തന്നെ കലോത്സവത്തിന്റെ ഊട്ടുപുര ഏറെ സജീവമാകും. ക്യാമറമാൻ വിഷ്ണു വിജയനൊപ്പം മൈലാഞ്ചി മൊഞ്ചണിഞ്ഞ് മണവാട്ടിയും സഖിമാരും ചുവടുവെച്ചപ്പോൾ ഒപ്പനവേദി കാണികളുടെ മനം കവർന്നു. പാട്ടും കൈത്താളവും കോർത്തിണക്കി ബദനി സെന്റ് ജോൺ സ്കൂളിലെ 7ാം വേദിയിൽ അരങ്ങേറിയ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരമാണ് അഴകിന്റെ കാഴ്ചയായത്. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഇനത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കി. സ്കൂൾ കലോത്സവങ്ങളിലെ പ്രധാനപ്പെട്ട ഗ്ലാമർ ഇനമാണ് ഒപ്പന. ചമയവും ആടയാഭരണങ്ങളുമാണ് ഒപ്പനയെ ആകർഷകമാക്കുന്നത്. ഇസ്ലാമിക ചരിത്രവും ഖദീജ ബീവി, ആയിഷ ബീവി, ഫാത്തിമ ബീവി തുടങ്ങിയ മഹദികളെ വർണ്ണിച്ചുമാണ് ഭൂരിഭാഗം ഒപ്പന ടീമുകളും പാട്ടുകൾ ആലപിച്ചത്. മാപ്പിളപ്പാട്ടിന്റെ ഇശലുകൾക്കൊപ്പം കൈകൊട്ടി ചുവടുവെച്ച് മണവാട്ടിയും സഖിമാരും വേദിയിലെത്തുന്ന കാഴ്ച ആസ്വാദകരുടെ മനം കവർന്നു. മലബാർ ശൈലിയിൽ അരങ്ങേറിയ ഒപ്പനകളിലെ വഴിനീളവും ചായലും മുറുക്കവും ഇടമുറുക്കവുമെല്ലാം ഓരോ ടീമും മനോഹരമായാണ് അവതരിപ്പിച്ചത്. CHSS ചന്ദ്രാപിന്നിയാണ് 1ാം സ്ഥാനം നേടിയത്. തുടർച്ചയായി 2ാം തവണയാണ് ഈ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരത്തിൽ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത്. മലിഹ, ഐഷ, ഷമീമ, ഹയ, മേഘ, നെഹ്റൻ, സഹല, ആഷ്മി, രഹന, ഫിസ. 2ാം തവണ ഞങ്ങൾ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. അതും ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മള് പ്ലെയേഴ്സിന് ഒരാൾ വീഴുകയും ഷോക്കൊക്കെ മരിക്കുന്നൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമുക്ക് A ഗ്രേഡ് കിട്ടി. ഇപ്പൊ കഴിഞ്ഞ മത്സരം നല്ല മത്സരമായിരുന്നു. നമുക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലേ നന്നായിട്ട് കളിച്ച് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവുന്ന എന്തായാലും ഉറപ്പായിരുന്നു. മൊയ്തു വാണിമേലെഴുതിയ മുഹബീങ്ങൾ മുഹബരിൽ എന്ന് തുടങ്ങുന്ന വരികളാണ് ഗാനമായി ആലപിച്ചത്. സവിത നൂറുദ്ദീനാണ് പരിശീലക. കാലിലുണ്ടായ പരിക്കുകൾ വകവയ്ക്കാതെ ഒപ്പന മത്സരത്തിൽ ചുവടുവെച്ച് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അഫ്ഷാനും പവിത്രയും. സ്കൂളിൽ ഒപ്പന പരിശീലനം നടത്തുന്നതിനിടെയാണ് അഫ്ഷാനും പവിത്രയ്ക്കും കാലിൽ പരിക്കുപറ്റിയത്. ഒരാഴ്ച മുമ്പാണ് അഫ്ഷാന് വലതുകാലിന്റെ ചെറുവിരൽ ഒടിഞ്ഞത്. കളിക്കുന്നതിനിടയിൽ കാൽ തട്ടി വീഴുകയായിരുന്നു. 3 ആഴ്ചയാണ് ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ കാലിലിട്ടിരുന്ന പ്ലാസ്റ്റർ മുറിച്ചു നീക്കി അഫ്ഷാൻ ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. പരിശീലനത്തിനിടയിൽ ബെഞ്ചു മറിഞ്ഞു വീണാണ് പവിത്രയ്ക്ക് കാലിന് പരിക്കുപറ്റിയത്. കാലിന്റെ ചെറുവിരൽ ഒടിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒപ്പന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാല് വീണിട്ട് കാലിന്റെ എല്ല് പൊട്ടി. 3 ആഴ്ച പ്ലാസ്റ്റർ ഇടണമായിരുന്നു. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെസ്കില് ഒപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളത് വെട്ടി, പ്ലാസ്റ്റർ വെട്ടി. ഇപ്പോൾ നന്നായി കളിച്ചു. ഒപ്പന കളിച്ചു എന്ന് വിശ്വസിക്കണു. പ്ലാസ്റ്റർ ഒരാഴ്ച ഇട്ടു. ഇന്നലെ വെട്ടി. ഒപ്പനയ്ക്ക് വേണ്ടി ഇന്നലെ വെട്ടി. ഇനി നാളെ പോയിട്ട് വീണ്ടും ഇടണം. 2 ആഴ്ച ഇടണം. ഇന്നലെയാണ് കാലിമ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ബെഞ്ച് മറിഞ്ഞു വീണത്. എന്നിട്ട് ഡോക്ടറെ കാട്ടിയപ്പോൾ ചതവുണ്ട്, പ്ലാസ്റ്റർ ഇടണം തന്നെ പറഞ്ഞു. പക്ഷെ ഒപ്പനയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും 2 പേരിൽ കൂട്ടി ചുറ്റി കെട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് വീണ്ടും പ്ലാസ്റ്റർ ഇടണം. വേദന അസഹ്യമായിരുന്നുവെങ്കിലും ചുണ്ടിൽ നിന്ന് പുഞ്ചിരി മായ്ക്കാതെയാണ് ഇവർ ഒപ്പന കളിച്ചത്. മികവ് ഒട്ടും കുറയാതെ അവതരിപ്പിച്ച ഒപ്പനയ്ക്ക് A ഗ്രേഡും സ്വന്തമാക്കി. ടീം CCTV.
ശക്തമായ പ്രമേയങ്ങളിൽ സ്ത്രീജീവിതങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ അരങ്ങിൽ അവിസ്മരണീയമാക്കി നാടോടി നൃത്ത മത്സരം. വേദി 9 നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്ത മത്സരത്തിൽ വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അസിൻ PS ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. സവർണാധിപത്യവും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം, അടിമത്വം, ചതി എന്നിവയെ നേരിട്ട പെൺപുലികളുടെ ജീവിതകഥകൾ കല്ലുകൊത്തുകാരിയായും കീഴാള ജീവിതകഥകളിലൂടെയും കുട്ടികൾ അവതരിപ്പിച്ചു. ചൂരൽമല ദുരന്ത പശ്ചാത്തലത്തിൽ കാടുകയ്യേറ്റവും പ്രകൃതിയിലെ അമിത കൈകടത്തലുകളും ആദിവാസി പെൺകുട്ടിയിലൂടെ അവതരിപ്പിച്ചു. കാലിച്ചെറുക്കനെ പ്രണയിച്ച പെൺകുട്ടി ദുരഭിമാനത്താൽ മരണം വരിക്കേണ്ടി വന്ന് മണവാട്ടിപ്പാറയായതും, നാഗത്തെ പ്രണയിച്ച പെൺകുട്ടിയെ നാട്ടുകാർ നശിച്ചവളെന്ന് മുദ്രകുത്തിയപ്പോൾ സത്യം ചെയ്യേണ്ടി വന്ന പെൺകുട്ടിയുടെ ജീവിതം തുടങ്ങിയവ പ്രേക്ഷകരെ പിടിച്ചിരുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു. പുള്ളുവൻ, കുംഭാര തുടങ്ങിയ സമുദായ വേഷങ്ങൾ ഉൾപ്പെടെ എല്ലാ വേഷങ്ങളിലും കലാകാരികളുടെ വസ്ത്രാലങ്കാരം, മേക്കപ്പ്, കലാസംവിധാനം എന്നിവ ഒന്നിനൊന്ന് മികവ് പുലർത്തിയതായിരുന്നു. ടീം CCTV. തിമിർത്ത് പെയ്യുന്ന മഴയുടെ താളത്തിൽ വിദ്യാർത്ഥികൾ തകർത്ത് പാടിയപ്പോൾ വേദി 8 മത്സരങ്ങളെല്ലാം സംഗീത സാന്ദ്രമായി. കുന്നംകുളം ബെഥനി സെന്റ് ജോൺ സ്കൂളിലെ മിനി ഹാളായിരുന്നു ഗാനാലാപനത്തിന്റെ വിസ്മയം ഒരുക്കിയത്. ലളിതഗാന മത്സരത്തോടുകൂടിയാണ് രാവിലെ വേദി 8 ഉണർന്നത്. താളത്തിലും രാഗത്തിലും വ്യത്യസ്തത പുലർത്തി 12 പേരുടെ മികവാർന്ന പ്രകടനം. ശക്തമായ മത്സരത്തിനൊടുവിൽ തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി സ്നേഹ ജോൺസൺ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. ലളിതഗാനം കഴിഞ്ഞപ്പോൾ ദേശഭക്തി ഗാനം, സംഘഗാനം, ശാസ്ത്രീയ സംഗീതം എന്നിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മത്സരങ്ങൾ. നല്ല ശ്രോതാക്കളും കൂടിയായപ്പോൾ വേദിയും സദസ്സും ഒന്നായ പ്രതീതി. ദേശഭക്തി ഗാനത്തിൽ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോയും സംഘഗാനത്തിൽ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളും സംസ്ഥാനതല മത്സരങ്ങൾക്ക് യോഗ്യരായി. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് സംഗീതത്തിൽ ബിരുദവും ചിറ്റൂർ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കിയ സംഗീതാധ്യാപകനായ ഷാജി ഐനക്കാട്, സംഗീതാധ്യാപകൻ സുധീഷ് കുമാർ, പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് കർണാടക സംഗീതത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ സംഗീതാധ്യാപിക ഷിജിന അരുൺ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. മത്സരം നല്ല നിലവാരം പുലർത്തിയെന്ന് മാർക്കിട്ടവർ വിലയിരുത്തി. അടുത്ത തലത്തിലേക്ക് സെലക്ട് ചെയ്ത കോഡ് നമ്പർ 9. ടീം CCTV. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മൂകാഭിനയത്തിൽ 3ാം തവണയും ഡോൺ ബോസ്കോ സ്കൂൾ 1ാം സ്ഥാനം നിലനിർത്തി. രാവിലെ പ്രധാന വേദിയായ കുന്നംകുളം ടൗൺ ഹാളിലെ വേദി 1 നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയ മത്സരത്തിലാണ് തൃശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടിയത്. തുടർച്ചയായി 3ാം തവണയാണ് വിദ്യാർത്ഥികൾ ജില്ലാ കലോത്സവത്തിൽ ഈ ഇനത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നേടുന്നത്. വിദ്യാർത്ഥികളായ KP ആവണി, ദിശ, ഐഞ്ചലിൻ, മോണിക്ക, അലക്സ് ഷാജു, ആൻസൺ ജെയ്സൺ, ജുവൽ മനോജ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളാണ് മൂകാഭിനയ മത്സരത്തിൽ പങ്കെടുത്ത് വിജയം സ്വന്തമാക്കിയത്. കൊൽക്കത്തയിൽ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു ഇതിവൃത്തം. അങ്കലാവണ്യത്തോടൊപ്പം ചടുലതയാർ നൃത്തവും മാറി മാറി വന്ന ഭാവവ്യത്യാസവും മുറതെറ്റാതെ അവതരിപ്പിച്ചുകൊണ്ട് മോഹിനിമാർ നിറഞ്ഞാടി. േശ്വരൻ രഘുരാമ ശരമേറ്റു
പതിഞ്ഞ താളത്തിലുള്ള സംഗീതത്തിനൊത്ത് കൺകോണുകളിലും ഉടലിലും നിറയുന്ന ലാസ്യം കാണികളുടെ ഹൃദയം കവർന്നു. ലളിത വസ്ത്രധാരണവും തനതു കേരളീയ ആഭരണങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചമയവും മോഹിനിമാരുടെ പ്രൗഢിയേറ്റി. രാവിലെ 10:30 ആരംഭിച്ച മത്സരത്തിൽ 14 ടീമുകൾ പങ്കെടുത്തു. പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും എ ഗ്രേഡ് ലഭിച്ചതും മികവായി. നിരവധി വർഷങ്ങളായി ജില്ലാ സബ് ജില്ലാ മത്സരവേദികളിൽ വിധിനിർണയം നടത്തിക്കൊണ്ടിരിക്കുന്ന സിബിൻ രാജ്, രമ്യ കലാക്ഷേത്ര, കലാമണ്ഡലം ബിന്ദു മാരാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിധിനിർണയം നടന്നത്. ടീം CCTV. കലോത്സവ നഗരിയിൽ ചെറിയ വാഹനാപകടവുമുണ്ടായി. ബദനി സ്കൂളിൽ സജ്ജമാക്കിയ വേദിക്ക് സമീപത്തേക്ക് വന്നിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. കാണിപ്പയ്യൂർ സ്വദേശി മേൽവീട്ടിൽ ശരത്തിന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് തലയ്ക്ക് നിസ്സാര പരിക്കേറ്റു. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഉടൻ തന്നെ നന്മ ആംബുലൻസ് പ്രവർത്തകർ ശരത്തിനെ കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത 8 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് കടപ്പുറം പുതിയങ്ങാടി സ്വദേശി പണ്ടാരെ വീട്ടിൽ അബ്ദുൾ ലത്തീഫിനെയാണ് SHO വിമൽ വിവിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കടപ്പുറം പ്രദേശത്ത് ജാറത്തിന്റെ മേൽനോട്ടക്കാരനായിരിക്കെയാണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചത്. പിന്നീട് ഒളിവിൽ പോയി കേരളത്തിലെ വിവിധ ദർഗകൾ ചുറ്റി സഞ്ചരിച്ച് നടക്കുകയായിരുന്നു. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ വിജിത്ത് KV, അനിൽകുമാർ PS, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ് IK, അനീഷ് വിദാസ്, സുബീഷ്, രജനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. എരുമപ്പെട്ടി മുട്ടിക്കലിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാൻ മുട്ടിക്കൽ റേഷൻ കടയ്ക്ക് സമീപം വെച്ച് നിയന്ത്രണം വിട്ട് വൈദ്യുതി കാലിലിടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7:30 അപകടം. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് ചെരിഞ്ഞു. രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴ കർഷകർക്ക് വൻ തിരിച്ചടിയായി. ഞാറ് നട്ട പാടങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ ചുണ്ടൻ തറയിൽ ബണ്ട് വരമ്പ് ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലായി. പലയിടത്തും ബണ്ടിനു മുകളിലൂടെ വെള്ളം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. സംഘം പ്രസിഡന്റ് KA അനിൽകുമാർ, സിനോഷ് KN, സതീശൻ MP എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങൾ വിള സംരക്ഷിക്കാനുള്ള പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. പൊന്നാനി BM കെട്ട് വഴി വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. 90% നടലും കഴിഞ്ഞ വടക്കേപ്പടവിൽ കൃഷി മുഴുവൻ വെള്ളത്തിനടിയിലായി. പഴഞ്ഞി, ചിറ്റത്താഴം കോൾപ്പടവ്, ചെറുതുരുത്തി, വട്ടക്കായൽ കോൾപ്പടവ് എന്നിവിടങ്ങളിലും പാടങ്ങൾ വെള്ളത്തിനടിയിലായി. കൂടുതൽ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. 100 അടിത്തോട്ടിലെ തടസ്സങ്ങൾ മൂലം വെള്ളം BM കെട്ടിലേക്ക് ഒഴുകിപ്പോകുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര സഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കച്ചവടത്തിനായി വീട്ടിലെത്തിയ യുവതിയെ വീടിനകത്തേക്ക് വലിച്ചു കയറ്റി ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണത്തല പള്ളിത്താഴം സ്വദേശി തെരുവത്ത് പീടിയേക്കൽ 60 വയസ്സുള്ള അലിക്കുട്ടിയെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വിമൽ വിവിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് പ്രതി അതിക്രമം നടത്തിയത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു, അനിൽകുമാർ PS, ASI മണികണ്ഠൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ് IK, സന്ദീപ് വേങ്ങണ്ടിയൂർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ഞാറിറക്കിയ പല പാടശേഖരങ്ങളും വെള്ളത്തിൽ മുങ്ങി. പുന്നിയറക്കുളം പനന്തറയിൽ ഈച്ചി പാടശേഖരത്തിൽ ഞാറ്റടി തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ വെള്ളം കയറിയതോടെ കർഷകർ പ്രതിസന്ധിയിലായി. മുള വരുന്നതിനിടയിൽ വെള്ളം മുങ്ങിയതിനാൽ ഇനി ഞാറുകൾ ഉപയോഗശൂന്യമാണെന്ന് കർഷകർ പറയുന്നു. പുന്നിയൂരിൽ അണ്ടിക്കോട്ട് കടവത്ത് ബണ്ട് പൊട്ടി 15 ഏക്കറോളം കൃഷി നശിച്ചിട്ടുണ്ട്. മഴ തുടങ്ങിയ സമയത്ത് തന്നെ കർഷകർ പുന്നിയൂർ പഞ്ചായത്ത് അധികൃതരെയും കൃഷിവകുപ്പ് അധികൃതരെയും വിളിച്ചറിയിച്ചിരുന്നുവെങ്കിലും ആവശ്യമായ ഇടപെടൽ നടത്താത്തതിനാലാണ് കൂടുതൽ നാശം സംഭവിച്ചതെന്നും കർഷകർ പറയുന്നു. പുന്നിയൂർക്കുളം പാലത്തിങ്കൽ പാലം ഭാഗത്തെ ബണ്ടിന് മുകളിലൂടെയാണ് വെള്ളം പാടശേഖരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പുങ്ങലിൽ 100 അടിത്തോട്ടിൽ നിന്നും പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണൽച്ചാക്കുകൾ നിരത്തിവെച്ചിരിക്കുകയാണ്. ഇതുമൂലം പമ്പിംഗ് പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. പുന്നീർക്കുളം, പുന്നയൂർ, വടക്കേക്കാട് എന്നീ മേഖലകളിൽ ഒട്ടുമിക്ക പാടശേഖരങ്ങളിലും നടീൽ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം വെള്ളം വറ്റിയില്ലെങ്കിൽ കൂടുതൽ നഷ്ടം വരുമെന്നാണ് കർഷകർ പറയുന്നത്. CCTV ന്യൂസ്, പുന്നയൂർക്കുളം.
എരുവപ്പെട്ടി കുണ്ടന്നൂർ തലശ്ശേരി റോഡിൽ ലോറി കാനയിലേക്ക് ചെരിഞ്ഞു. കുണ്ടന്നൂർ ചുങ്കത്തിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു സംഭവം. വയനാട്ടിലേക്ക് ലോഡുമായി പോവുകയായിരുന്ന ലോറിയാണ് ചെരിഞ്ഞത്. ഇടതുവശത്തെ ടയറുകൾ പൂർണ്ണമായും കാനയിലേക്ക് ഇറങ്ങിയതിനാൽ വളരെ പ്രയാസപ്പെട്ടാണ് വാഹനത്തെ പൂർവ്വസ്ഥിതിയിലാക്കിയത്. കുന്നംകുളം എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ 20ാം വാർഷികവും സംയുക്ത ക്രിസ്മസ് ആഘോഷവും കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഓഡിറ്റോറിയത്തിൽ നടന്നു. എക്യുമെനിക്കൽ ഫെലോഷിപ്പ് സ്ഥാപകൻ ഫാദർ ജോസ് ഫ്രാങ്ക് CMI, തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഡോക്ടർ ജോസ് നന്ദിക്കര CMI എന്നിവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം ബഥനി ആശ്രമാധിപൻ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോസ് ഫ്രാങ്ക് CMI, ചിറളയം മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോസഫ് താഴത്തേൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഫാദർ ജോസ് ഫ്രാങ്ക് CMIയെ ആദരിക്കലും ഫാദർ ബെഞ്ചമിന്റെ ജന്മദിനാഘോഷവും നടന്നു. KEF കൺവീനർ ഫാദർ രഞ്ജിത്ത് താത്താണിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആർത്താറ്റ് മാർത്തോമ പള്ളി വികാരി കോശി കുര്യൻ സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ ജെയ്മോൻ ജോസഫ് നന്ദിയും പറഞ്ഞു. എക്യുമെനിക്കൽ ഫെലോഷിപ്പ് നടത്തിയ ബൈബിൾ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും വിവിധ സഭയിലെ പള്ളികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. വിവിധ സഭകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. നിർധനരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി വിഗ് നിർമ്മിച്ച് നൽകുന്ന അമല ആശുപത്രിയുടെ സ്നേഹസാന്ത്വനത്തിൽ പങ്കാളികളായി ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥിനികൾ കേശദാനം നടത്തി. കേശദാനം സ്നേഹദാനം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചും കേശദാനത്തിന്റെ മഹനീയതയെക്കുറിച്ചും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അസോസിയേറ്റ് ഡയറക്ടറും പാലിയേറ്റീവ് കെയർ ഇൻചാർജുമായ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി വിശദീകരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കേശദാനം നടത്തി. പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, സിസ്റ്റർ ടെസ്ലിൻ, റിയ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പുരാതന തറവാട് പരുവക്കാട്ട് കുടുംബം വക വിളക്കാഘോഷിച്ചു. ഉച്ചതിരിഞ്ഞ് നടന്ന കാഴ്ചശീവേലിക്ക് താമരൂർ അനീഷ് നമ്പീശിന്റെ മേളം അകമ്പടിയായി. സന്ധ്യയ്ക്ക് ചെറുപ്പളശ്ശേരി അർജുൻ എസ് മാര, അനുനന്ദ് എന്നിവരുടെ ഡബിൾ തായമ്പകയും ഉണ്ടായി. വിളക്കാഘോഷത്തിന്റെ 24ാം ദിവസമായ നാളെ PT മോഹനകൃഷ്ണൻ വക വിളക്കാഘോഷമാണ്. വ്യാഴാഴ്ച മുതൽ അതിപ്രധാനമായ വിളക്കാഘോഷങ്ങളാണ്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കേസ് വോട്ടിംഗ് മെഷീനുകൾ വെട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്ന EVMകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നേരത്തെ തൃശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ട് AIYF നേതാവ് AS ബിനോയ് നൽകിയ കേസിനെ തുടർന്നാണ് EVM മെഷീനുകൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കേസ് EVMുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഉടൻ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായി EVM ആവശ്യമുണ്ടെന്നും കമ്മീഷൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. വോട്ടെടുപ്പ് ദിനത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നും തന്റെ സുഹൃത്തു വഴി സുരേഷ് ഗോപി വോട്ടർമാർക്ക് പെൻഷൻ വാഗ്ദാനം ചെയ്തുവെന്നുമാണ് ഹർജിയിലെ പ്രധാന ആക്ഷേപങ്ങൾ. എന്നാൽ ബിനോയിയുടെ ഹർജിയിൽ ഉന്നയിച്ച കാരണങ്ങളിൽ EVMകൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും അവ കോടതിയിൽ ഹാജരാക്കാൻ പ്രത്യേക അപേക്ഷ നൽകിയിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. CCTV ന്യൂസ് കേച്ചേരി. വാർത്തകൾ തുടർന്നു. ദേശീയോദ്ഗ്രഥനം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ സംസ്ഥാനങ്ങളിലെ വിഭവങ്ങൾ ഉണ്ടാക്കി പ്രദർശനം നടത്തി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ വെസ്റ്റ്മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ക്യാമ്പിലാണ് വൈവിധ്യം നിറഞ്ഞ ഭക്ഷണ പ്രദർശനം ഒരുക്കിയത്. ദാൽപിത്ത, രസബാലി, ആലു കുൽച്ച, ആലു പറാത്ത, ദോക്ല, മോമോസ്, കാശ്മീരി പുലാവ്, പാനിപൂരി, ഹൈദരാബാദി ബിരിയാണി തുടങ്ങിയ വിഭവങ്ങൾ ഭക്ഷണപ്രേമികളെ ആകർഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തേതിൽ, ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അസിസ്റ്റന്റ് സ്റ്റേറ്റ് കമ്മീഷണർ അനിത സി മാത്യു, PTA പ്രസിഡന്റ് വിജിത പ്രജി എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ്, ഗൈഡ് ക്യാപ്റ്റൻ KV ജിഫി എന്നിവർ നേതൃത്വം നൽകി. തലക്കോട്ടുകര തത്വമസി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 6ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. അയ്യപ്പൻ വിളക്കിന് മുന്നോടിയായി സാംസ്കാരിക സംഗമവും സമാദരണ സദസ്സും നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് 1001 ദീപസമർപ്പണം, തുടർന്ന് കലാ സാംസ്കാരിക ആധ്യാത്മിക സാമൂഹ്യ മേഖലകളിലെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തുകൊണ്ട് സാംസ്കാരിക സംഗമവും സമാദരണ സദസ്സും നടന്നു. ശബരിഗിരീശൻ എന്ന ഭക്തിഗാന ആൽബത്തിലൂടെ പ്രശസ്തരായ നിഷാദ് സുൽത്താനും കുടുംബവും ഉദ്ഘാടനം ചെയ്തു. തത്വമസി വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് TV കാർത്തികേയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുഷ്പാങ്കതൻ കേച്ചേരി, അനിൽ തലക്കോട്ടുകര, K സിന്ധുരാജ്, തങ്കം P മേനോൻ, അരുൺകുമാർ ആറ്റുപുറം, വിഷ്ണു മാരാർ തലക്കോട്ടുകര,
രാജൻ ആരോക്കൽ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് ഭക്തിഗാനമേളയും ഉണ്ടായി. തത്തുമസി മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ 150-ൽ പരം കലാകാരികൾ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയും സൗഹൃദ കൂട്ടായ്മ കുർമാൽ അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും നടന്നു. ശരണ്യ ചന്ദ്രൻ പ്രാർത്ഥനയും സെക്രട്ടറി സജീഷ് PV സ്വാഗതവും ക്ഷേത്രം മേൽശാന്തി സജീഷ് ശർമ്മ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. മാതൃസമിതി പ്രസിഡന്റ് വിജയശ്രീ ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി അശ്വതി സജേഷ് എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച മഹാഗണപതി ഹോമത്തോടെയും മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചനയും വിശേഷാൽ പൂജകൾക്കും ക്ഷേത്ര ചടങ്ങുകൾക്കും ശേഷം വൈകിട്ട് 7 മണിക്ക് തലക്കോട്ടുകര തെക്കൂട്ടക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും 100 കണക്കിന് ദീപാലങ്കൃതമായ താലങ്ങളുടെ അകമ്പടിയോടെ അന്തിക്കാട് വിളക്ക് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ ശ്രീഹരി ഭജൻസ് പ്ലാക്കാർഡ് നയിച്ച ഭക്തിഗാനസുധയും ഉണ്ടായി. മഹാ അന്നദാനവും നടന്നു. ആഘോഷങ്ങൾക്ക് തത്തുമസി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. എരുമപ്പെട്ടി പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് പഴവൂർ ശ്രീ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ടിന്റെയും താളത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് അന്നദാനം, പന്തലിൽ പാട്ട്, കനലാട്ടം, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടും തട എന്നിവ നടന്നു. തളിക്കുളം കുമാരനാശാനും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. വർഷങ്ങളായി ശയ്യാവലംബരായ രോഗികളെ സന്ദർശിച്ച് NCC കേഡറ്റുകൾ മാതൃകയായി. പെരിങ്ങണ്ടൂർ പോപ്പ് ജോൺ പോൾ പീസ് ഹോം അന്തേവാസികളെയാണ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ കോലഴി ചിന്മയ കോളേജിലെ NCC കേഡറ്റുകൾ സന്ദർശിച്ചത്. മദർ സുപ്പീരിയർ സിസ്റ്റർ ആലിസ് പഴയവീട്ടിൽ കേക്ക് മുറിച്ച് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റാജു മുഖ്യാതിഥിയായി. സിസ്റ്റർ എൽസമ്മ, സിസ്റ്റർ ലിജി എന്നിവർ കേഡറ്റുകൾക്ക് അന്തേവാസികളെ പരിചയപ്പെടുത്തി. ലഫ്റ്റനന്റ് MR അനൂപ് ലോക ഭിന്നശേഷി ദിന സന്ദേശം നൽകി. കിടപ്പിലായിട്ടും നിരവധി പുസ്തകങ്ങൾ രചിച്ച CM ജോണിയും മിമിക്രി ആർട്ടിസ്റ്റ് അഭിജിത്തും പാട്ടുകാരനായ ജോസ് കണ്ണൂരാന്റെയും വിവിധ കലാപ്രകടനങ്ങൾ നടന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജ് മുൻ യൂണിയൻ ചെയർമാനും അന്തേവാസിയുമായ ഷിബു ജോർജുമായുള്ള കേഡറ്റുകളുടെ സംവാദം വേറിട്ട അനുഭവമായി. ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി, NCC സീനിയർ അണ്ടർ ഓഫീസർ VS ദീപക്, ജൂനിയർ അണ്ടർ ഓഫീസർ S ശിഖ, ക്വാർട്ടർ മാർഷൽ MA അനസ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. പുന്നൂർ അകലാട് ഒറ്റയനി സെന്ററിൽ ബൈക്ക് തെന്നിമറിഞ്ഞ അപകടം. യുവാവിന് പരിക്കേറ്റു. അകലാട് മൊയ്തീൻ പള്ളി സ്വദേശി 28 വയസ്സുള്ള പെരുമ്പടപ്പിൽ ജിഷ്ണുവിനാണ് പരിക്ക്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിൽ നടത്തിയ സ്നേഹസംഗമം വർണ്ണാഭമായി. ദേവമാതയിൽ പ്രവർത്തിക്കുന്ന ദർശന വീട് സ്പെഷ്യൽ സ്കൂളാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിലെ 16 സ്കൂളുകൾ പങ്കെടുത്തു. കൗൺസിലർ ഫാദർ ജോർജ് കല്ലൂക്കാരൻ CMI ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിളംബര ജാഥയോടുകൂടി ആരംഭിച്ച സ്നേഹസംഗമം പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഫാദർ ജോസ് നന്ദിക്കര CMI, ഫാദർ ജോയ്സ് എഴുവത്തിങ്കൽ, ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ, മാത്യു മനോജ്, ജോയ് കൊള്ളനൂർ, ജോസ് ചുങ്കത്ത്, ജെന്നി തോമസ് എന്നിവർ വിശിഷ്ടാതിഥികളായി. ഫ്ലാഷ് മോബ്, വിവിധ മത്സരങ്ങൾ എന്നിവ അരങ്ങേറി. ഓവറോൾ ചാമ്പ്യന്മാരായി പോപ്പ് പോൾ മേഴ്സി ഹോം, സ്നേഹാദരം മണലൂർ, ദർശന വീട് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. രജത ജൂബിലി ആഘോഷിക്കുന്ന പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടിനെ ചടങ്ങിൽ ആദരിച്ചു. ഡയറക്ടർ ഫാദർ ഷാജു എടമന CMI, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ നങ്ങിണി CMI, PTWA വൈസ് പ്രസിഡന്റുമാരായ ജെയിംസ് നീലങ്കാവിൽ, പ്രഭാവതി ബിനോയ്, ലിനോജ്, രചന, മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി.
CCTV ന്യൂസ് വേലൂർ. അരിയന്നൂർ ക്ഷേത്രകുളം വൃത്തിയാക്കി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അരിയന്നൂർ ഹരികന്യക ക്ഷേത്രകുളമാണ് അയ്യപ്പ സേവാ സംഘത്തിന്റെയും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമത്തിൽ വൃത്തിയാക്കിയത്. വർഷങ്ങളായി തകർന്ന് ചണ്ടി മൂടിക്കിടക്കുന്ന അവസ്ഥയിലുള്ളതാണ് കുളം. ഏകദേശം 40 സെന്റ് വിസ്തീർണമുള്ള കുളത്തിന്റെ കൽപ്പടവുകളും ചുറ്റുമതിലും ഉൾപ്പെടെ തകർന്ന അവസ്ഥയാണ്. ഇതുകൂടാതെ കുളത്തിന്റെ വശങ്ങളിൽ പാഴ്പുല്ലുകൾ വളർന്നു നിൽക്കുന്ന സ്ഥിതിയുമുണ്ട്. മണ്ഡലകാലമായതിനാൽ രാവിലെയും വൈകിട്ടും ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർ കുളിക്കാൻ വരുന്ന പശ്ചാത്തലത്തിലാണ് ക്ഷേത്രകുളം വൃത്തിയാക്കാൻ അയ്യപ്പ സേവാ സമിതിയും ഭക്തജനങ്ങളും നാട്ടുകാരും മുന്നോട്ട് വന്നത്. അയ്യപ്പ സേവാ സംഘം സെക്രട്ടറി പി ദിഗേഷ്, പ്രണവ്, വിശാഖ്, കൃഷ്ണകുമാർ, സനിൽ, നന്ദുകൃഷ്ണ, അമൽ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പൂത്തോളിൽ നടന്ന വിസ്ഡം സ്റ്റുഡൻസ് തൃശൂർ ജില്ലാ മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം സമാപിച്ചു. വിസ്ഡം ജില്ലാ പ്രസിഡന്റ് അസ്ലം വളപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ സെക്രട്ടറി അഷ്റഫ് സുല്ലമി ഉദ്ഘാടനം ചെയ്തു. തൊൽഹത്ത് സ്വലാഹി, മൂസ സ്വലാഹി, സൊലാഹുദ്ദീൻ അൽഹിക്മി, അസ്ഹർ ചാലിശ്ശേരി, ആദിൽ സാദിഖ്, സാലിഹ് കൊപ്രക്കളം, നസ്രുള്ള മസൂദ് എന്നിവർ വിദ്യാർത്ഥികളിലെ ധാർമ്മിക മൂല്യം, വ്യക്തിജീവിതം, കരിയർ എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മിഷാൽ പാവർട്ടി സ്വാഗതവും വൈസ് പ്രസിഡന്റ് നഹാസ് നന്ദിയും പറഞ്ഞു. 2025 മെയ് 11-12 തീയതികളിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഭാഗമായിട്ടാണ് പരിപാടി നടത്തിയത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7110 രൂപ, സ്വർണം പവന് 56,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം എരുവപ്പെട്ടി പാറപ്പുറം കാരയങ്ങൽ കുഞ്ഞുമോൻ നിര്യാതനായ 72 വയസ്സായിരുന്നു. ഖബറടക്കം എരുവപ്പെട്ടി മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. നഫീസ ഭാര്യയാണ്. നൌഷാദ്, നിഷാദ് എന്നിവർ മക്കളാണ്. ചാലശ്ശേരി പെരുമണ്ണൂർ പുലിക്കോട്ടിൽ പരേതനായ ഡേവിഡിന്റെ മകൻ ജേക്കബ് നിര്യാതനായി. 43 വയസ്സായിരുന്നു. ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു പരേതൻ. പരേതിയായ ചിന്നമ്മ മാതാവും ഓട്ടോ ഡ്രൈവർ ജോസ് സഹോദരനുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. ചിറക്കൽ വലിയ വളപ്പിൽ മുഹമ്മദ് നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. സുബൈദ ഭാര്യയും ആഷിഖ്, ഷഫീഖ്, ഷഫീന എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി പെരുമണ്ണൂർ ഊടിൽ പരേതനായ അച്യുതന്റെ ഭാര്യ പത്മാവതി നിര്യാതയായി. 88 വയസ്സായിരുന്നു. കൃഷ്ണൻ, കരുണാകരൻ, മണികണ്ഠൻ, ലക്ഷ്മിക്കുട്ടി, ഇന്ദിര, ലീല എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കച്ചവട പെരുമയുടെ മണ്ണിൽ ഇനി കലാമേളയുടെ രാപ്പകലുകൾ. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുന്നംകുളത്ത് സജ്ജമാക്കിയ വിവിധ വേദികളിൽ തുടക്കമായി. പോയിന്റ് നിലയിൽ തൃശൂർ ഈസ്റ്റും കൊടുങ്ങല്ലൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആതിഥേയരായ കുന്നംകുളം 3ാം സ്ഥാനത്ത്. റവന്യൂ ജില്ലാ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് കുന്നംകുളത്ത് പ്രൗഢോജ്വല സ്വീകരണം. വ്യാപാര നഗരിയിൽ 4 ദിവസങ്ങളിലായി 17 വേദികളിൽ അരങ്ങേറുന്ന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പ് കുന്നംകുളത്ത് എത്തിച്ചു. കലോത്സവത്തിന്റെ സമഗ്രമായ കവറേജുമായി ടീം CCTV കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പ്രചരണാർത്ഥം CCTV സംഘടിപ്പിച്ച ഗോളടി മത്സരം കലോത്സവ നഗരിക്ക് കായിക ഉണർവേകി. CCTVയോടൊപ്പം ഗോളടിച്ച് സമ്മാനം നേടാൻ ഫുട്ബോൾ പ്രേമികളുടെ കുത്തൊഴുക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.